ഹലോ. ഹലോ. അസ്സലാമു അലൈക്കും. വലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാ. ഇത് അഷ്റഫ് സൂരി അസൈവളി ഓക്കെ ശരി. നമ്മള് സക്കാപ്പി അല്ലേ പറപ്പഞ്ച്? അല്ല കേൾക്കുന്നില്ല, ക്ലിയർ ഇല്ല. കേൾക്കുന്നില്ലേ? ഇപ്പൊ ക്ലിയർ ഉണ്ട്. ശരി. പറപ്പഞ്ച് സക്കാപ്പി അല്ലേ? അതെ സാർ. എന്ത് സൂര്യല്ലേ? സൂരി ഇതില് ഭയങ്കര മീഡിയയിലെല്ലാം വന്നോണ്ടു. കേരള ചാനലില് 24 മീഡിയ വണ്ണിലല്ല. എന്താ അവസ്ഥ? ചെറിയ തെറ്റ് വന്നു പോയി. അങ്ങനല്ല, മുങ്ങിയതൊന്നുമല്ല. ഓർ പറയും പോലെ മുങ്ങിയിട്ടൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ശരിയായിക്കൊണ്ടത്. ടിക്കറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അവർക്ക്. അല്ല, റിട്ടേൺ ടിക്കറ്റ് നിങ്ങൾ മുന്നെടുത്തിട്ടില്ലേ? റിട്ടേൺ ടിക്കറ്റ് ഞാൻ ഇല്ലെങ്കിൽ പോകുന്ന സമയത്ത് റിട്ടേൺ ടിക്കറ്റ് വരുന്ന സമയത്ത് എടുക്കാൻ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഞാൻ ദമ്മം ടു എടുക്കാൻ വിചാരിച്ചിട്ടുണ്ടായത്. അല്ല, മാമൂലി എടുക്കളെങ്ങനെ ഈ ഉമ്ര കൊണ്ടുവന്നവരല്ല റിട്ടേൺ ടിക്കറ്റ് എടുക്കാത്തോ? റിട്ടേൺ ടിക്കറ്റ് എടുത്ത് കൊടുക്കും. ഈ പൈസ ചില പ്രശ്നം ഉണ്ടെങ്കിൽ എന്താക്കോ, റിട്ടേൺ ടിക്കറ്റ് പിന്നെ ആക്കും. പൈസ പോയത് കിട്ടിയില്ലേ? ആ അല്ല, പോയവരല്ല ഫസ്റ്റ് നിങ്ങൾക്ക് ഇത് പേയ്മെന്റ് ആക്കിയിട്ടില്ലേ? അല്ല, ഇപ്പൊ ചർച്ച ചെയ്യാണ്ട് സമയമല്ലോ സാറേ ചെല്ലുന്നത്. അങ്ങനെ ഞാൻ എന്താക്കിയാർന്ന്, നമുക്ക് ഒരു ദിവസം എക്സ്ട്രാ ഉണ്ടാക്കേണ്ടി വന്നതാണ്. ഇത് ഒരു ദിവസം കൂടുതലാക്കാൻ വേണ്ടി നമ്മൾ വിചാരിച്ച പോലെ 160 ആൾക്കാർ ജാസ്തി സമയം നമുക്ക് എന്താക്കാനില്ല, ഇതാ കഴിഞ്ഞില്ല. എല്ലാവർക്കും ഒന്നിച്ച് ടിക്കറ്റ് കിട്ടിയില്ല. കിട്ടാതിരിക്കുമ്പോക്ക് റേറ്റ് ഭയങ്കര കൂടുതലെത്തി. ഞാൻ എന്താക്കി നാട്ടിൽ വരേണ്ടി വന്നു പെട്ടെന്ന്. അത് ഡിസംബർ 25, 26, 27, 28 ഈ ദിവസങ്ങൾ ബാങ്ക് ലീവ് ഉണ്ടായി. അപ്പൊ നമ്മളെ പൈസ ക്ലമറായില്ല. ആവാതിരിക്കുമ്പോൾ ഞാൻ എന്താക്കി അവിടെ റൂം ഏൽപ്പിച്ചിട്ടുണ്ടായത് 4 ദിവസത്തെ റൂമായിരുന്നു മദീനത്ത് 4 ദിവസം റൂം. അതിന് ഒരു ദിവസം എക്സ്ട്രാ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞ് റൂം എക്സ്ട്രാ ഉണ്ടാക്കി. പക്ഷെ ഫുഡിന് വിഷയത്തിൽ ഞങ്ങൾക്ക് എന്തായി, ഞങ്ങൾക്ക് പറയാൻ മറന്നുപോയി. അന്നത്തെ രാത്രി ഫുഡ് ക്യാൻസൽ അല്ലെങ്കിൽ ഇല്ലല്ലോ, ഒക്കെ അറിയാലല്ലോ. ഞാൻ റൂം ഏൽപ്പിച്ച സമയത്ത് ജസ്റ്റ് ഒന്ന് പറയാൻ മറന്നു ഈ ടാസ്കില്. അത് ഞാൻ നേരെ നാട്ടിലേക്ക് വന്ന് അത് ആ ഫുഡ് എന്തായാലും ഫുഡ് നോക്ക് മിസ്സായിട്ടുണ്ട്. അവിടെ കഴിച്ച് അങ്ങനെ പിറ്റേ ദിവസം ആണ് ഉണ്ടാക്കുന്നത്. ഞാൻ ടിക്കറ്റ് എടുക്കാൻ നോക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. റൂമിൽ ജസ്റ്റ് റൂമിൽ പുറത്താകും പറഞ്ഞ് ഇത് ഉച്ചവരെയുള്ള പൈസ ട്രാൻസ്ഫർ ആക്കുന്ന സമയമാണത്. ഞാൻ കുറിച്ച് വെക്കാൻ പറഞ്ഞു. അത് ശരിയായില്ല. എന്റെ കയ്യിൽ നിന്ന് പോസ്റ്റ് പോയി. അല്ലെങ്കിൽ മറ്റാൾക്കാർ വോയിസ്, പിന്നെ ഞാൻ വോയിസ് വരാൻ തുടങ്ങി. താറമാറ വോയിസ്. പിന്നെ ഒന്നും നടക്കുന്നില്ല. അങ്ങനെ അൽഹംദുലില്ലാഹ് ടിക്കറ്റ് എല്ലാം എടുത്ത് റിട്ടേൺ ടിക്കറ്റ് തമാമെന്ന് എടുത്ത് അങ്ങനെയാണ് പുറപ്പെട്ടു. ഞാൻ പുറപ്പെടുന്ന സമയത്ത് ഇന്നലെ രാവിലെ എത്തുമ്പോൾ അടുത്ത ഫ്ലൈറ്റ് മിസ്സായി. ഒറിജിനൽ ടിക്കറ്റ് എടുത്ത് കൊടുത്തു, ഫ്ലൈറ്റ് മിസ്സായി. ആ ആൾക്കാരെ പണം ബാക്കിയുണ്ട്. ഇപ്പൊ അതല്ല സഖാവിത്തെ ഒരു മിനിറ്റ് ഞാൻ ചെന്നതോടേക്ക് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കൊടുത്തതെല്ലാം വന്ന് ഇപ്പൊ കേരളത്തെ ന്യൂസ് ചാനലിൽ വന്നോണ്ടുണ്ടു. ഇപ്പൊ 3-4 മണിക്കൂറായി ഒരു ന്യൂസ് ഇതാക്കിയിട്ട് നോക്കിട്ടിരിക്കുവരെ 24/7 മീഡിയ വണ്ണിലെല്ലാം വന്നോണ്ടുണ്ടു. ആള് മുങ്ങിയും ചെല്ലാം നിങ്ങൾ അവിടെ നിങ്ങൾ വന്നിട്ട് നമുക്ക് മുങ്ങി തന്നെ ചെല്ലള്. ഇപ്പൊ എല്ലാ ഉമ്രന്റെ റിട്ടേൺ ടിക്കറ്റ് ആക്കിയിട്ട് അവരെ ഹോട്ടലിന്റെ വ്യവസ്ഥ ആക്കിയിട്ട് ഫുഡിന്റെ വ്യവസ്ഥ ആക്കിയിട്ട് എല്ലാം കൊടുക്കുന്ന സൗകര്യ. നിങ്ങൾ ഇത് ആക്കാത്തണ കൊണ്ടാണ് തട്ടിപ്പും ചെല്ലുന്നത്. അവർ ചെല്ലുന്നത് തപ്പൊന്നല്ല. എന്നിട്ട് നിങ്ങളതെന്നും പ്രതിക്രിയ ഒരു സോഷ്യൽ മീഡിയയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു പണം അയക്കാം ഞാൻ ചെല്ലേ ഒരു പ്രതിക്രിയ ആക്കി എന്തായാലും എല്ലാ സക്കാഫിമാരെ ദൂരിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടുള്ളാര് നിങ്ങൾ ഉസ്താദിനെ ദൂരിക്കൊണ്ടുള്ളാര്. എന്റെ ഉസ്താദ് വന്നതിന്റെ ശേഷം കൊടുക്കാന്നല്ലാതെ മുമ്പ് കൊടുക്കും. ഞാൻ 3 ചെന്നങ്ങനെ ഈ ഞാൻ ഒന്നും പ്രതിക്രിയ ആക്കാതിരിക്കുമ്പോക്ക് നിങ്ങൾ ആക്കിയത് ശരിയുണ്ടും കണ്ടെങ്കിൽ ആ വിഷയത്തിൽ നിങ്ങൾക്ക് സത്യസന്ധത ഉണ്ട് അല്ലെങ്കിൽ ഒരു പ്രതിക്രിയ നിങ്ങൾ അളക്കണ്ടേ. നിങ്ങളെ തിരിച്ചിട്ടല്ല. നിങ്ങളെ പോലത്തെ എത്രയോ ബിരുദാരിന്റെ ഉള്ള സഖാഫിമാർ എല്ലാം നല്ല ഉള്ളാര്. അവരെല്ലാം ദൂരം കാരണക്കാരായിട്ട് നിങ്ങൾ ഈ പണിയില്ലല്ലേ. അപ്പൊ നിങ്ങൾ ഒരു പ്രതിക്രിയ കൊടുക്കണ്ടേ ഉസ്താദിനെ. നിങ്ങളെ ഉസ്താദിനെ ഞാനിപ്പോ മർക്കസിൽ പഠിച്ച ആളൊന്നും അല്ല. ഞങ്ങൾ നിങ്ങളെ കാട്ടിയാറ് ഞങ്ങൾ ബഹുമാനിക്കുന്നു. അയാൾ അഭിമാനത്തിന് കാത്തു സൂക്ഷിക്കുമ്പോൾ പ്രയത്നപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ നിങ്ങളെ ഞാൻ കെഞ്ചിട്ടില്ല ഒരു പ്രതിക്രിയ ആക്കി. ഒരു പ്രതിക്രിയ നിങ്ങൾ വന്നില്ലെങ്കിൽ എല്ലാരും ദൂരിക്കൊണ്ടിരിക്കുന്നില്ല. നിങ്ങൾ ആയ സംഭവം ചൊല്ലി നിങ്ങൾ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ മിസ്റ്റേക്ക് ആയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സർവന്റെയാ അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക്കിന്റെയാ അല്ലെങ്കിൽ പൈസന്റെ വിഷയത്തിലാ ഞാൻ അതേ കേട്ടല്ലോ. നിങ്ങൾക്ക് പൈസ ആരും പേയ്മെന്റ് ആക്കുമ്പോ അതില്ലല്ലേ. പിന്നെ നിങ്ങൾ ടിക്കറ്റ് ഫസ്റ്റ് എടുക്കേണ്ടത് അല്ലേ. നീ എന്തും പ്രതിക്രിയമാക്കാതെ മുണ്ടാതെ ഫോണും എടുക്കാതെ ഇരിക്കുമ്പോക്കല്ലേ നിങ്ങളെ തട്ടിപ്പ് വെട്ടിപ്പ് തന്ന്
എന്തോ തപ്പായിട്ട് അറിഞ്ഞിട്ട് അതിനെ ചെലുത്ത് പിന്നെ ന്യായീകരിക്കാൻ പോയെങ്കിൽ പിന്നെയും ഇതാവുന്നല്ലാതെ ഉള്ള തപ്പിനെ പരിഹാരമാക്കണല്ലോ നിങ്ങൾ നോക്കി. ഇപ്പൊ അവിടെ നാളെ ചെല്ലാരി ഹോട്ടലിന്റെ ഓരോ കാലിയാക്കും ചെല്ലാരാ, കാലിയാക്കും ചെല്ലുമ്പോ നിങ്ങൾക്ക് ഒന്നില്ലേ 3 രജമുണ്ടു ചെല്ലിട്ട് നിങ്ങൾക്ക് മുന്നിലെ കൊന്നില്ലേ. ഇപ്പൊ ഈ ഡേറ്റ് ലോകം ചെല്ലുന്നത് ഇന്ന് ആയതല്ലേ, ഇത് മുന്നിലെ ഉള്ളതല്ലേ. ഇത്ര താരീഖിന് അവധിരിക്കുമ്പോ ഇത്ര ഹോട്ടൽ അവർക്ക് കൊടുക്കണം ചെന്നുള്ള ഒരു ബോധം നിങ്ങരിക്കുന്നില്ലേ? അപ്പൊ നിങ്ങൾ അവിടുന്ന് കീഞ്ഞെങ്കിലാവാ അല്ല ഒരു സക്കാപ്പി നിങ്ങ അല്ല. ഞാനിപ്പോ വരുമ്പോക്ക് തന്നില്ലെങ്കിൽ നമ്മളെ പണി ഒന്നും നടക്കുന്നില്ല. നിങ്ങൾ തപ്പാക്കിയെങ്കിൽ ഇപ്പൊ ഞാൻ ആരും നിങ്ങളിൽ കേൾക്കേണ്ട ഗത്തിയില്ല. നിങ്ങളും അള്ളായിട്ട് നമ്മൾ 4 അമീറന്മാരെ കൊണ്ടുവരുന്ന ഗ്രൂപ്പിൽ അറിയിച്ചിട്ടുണ്ട് വരുന്നുണ്ട്. ഞാൻ നാട്ടെ നാളെ ദിവസത്തിൽ ഓണർ നിങ്ങൾ തന്നെയാ? ഞാൻ ഓണർ 4 അമീറന്മാരെ കൊണ്ടുപോയിട്ടുണ്ട്. 1-2 അമീറന്മാർ വായിച്ചിരുന്നാൽ ആർക്കും ബുദ്ധിമുട്ടില്ല, എന്തും ഇല്ലാണ്ട്. ഈ ബുദ്ധിമുട്ടുള്ളവനെ കൊണ്ടല്ലേ ഇത്ര സോഷ്യൽ മീഡിയ വരുന്നത്. നിങ്ങൾ അതിലേക്ക് പ്രതിക്രിയ ആക്കുന്നില്ല. പിന്നെ ഈ ഇത്ര മീഡിയയിൽ വന്നുള്ളത്. ഞാൻ ഇത്ര മീഡിയയിൽ ഇവരോടത്തോളം നിങ്ങളതൊന്നും ശരിയിരിക്കുന്നില്ല. നിങ്ങൾ കംപ്ലീറ്റ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വരുമ്പോ സാധാരണ തന്നെ. അല്ല ഇത് നമ്മളെ ഈ കർണാടക ചാനൽ പോലല്ല, കേരള ചാനൽ ചെല്ലും കുറച്ചും ഒരു 50% സത്യസന്ധത ഈക്കും അവർ ന്യൂസ് കൊടുക്കുമ്പോഴേക്ക്. ഇവിടുത്തെ കർണാടക ചാനൽ പോലല്ല. ഇതിപ്പോ ഞാൻ സ്വഭയ്ക്ക് കേട്ടോ. പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് ആക്കുന്നത് നിങ്ങൾ എന്റെ നമ്പറിന് എന്താക്കി അവിടെ ബ്ലോക്ക് ആക്കിയിട്ട് വെച്ചാൽ അവർക്കൊന്ന് പരിഹാരം. അതല്ല ഉസ്താദ്, കടമുണ്ടും അല്ല ഉസ്താദ്, കുറെ ആൾക്കാർ ഒന്ന് സമാധാനിപ്പിക്കാൻ ഒരാൾ കാണുമല്ലേ ഞാൻ നോക്കൂ. ഞാനിപ്പോ വീണിട്ടുണ്ടെങ്കിൽ പരിഹാരമല്ല. ഒരാൾ വീണിട്ടുണ്ടാകുമ്പോ ഒന്നെങ്കിലും ഇതാക്കാം. അല്ലല്ല സത്താഫികളും അതുപോലെ നമ്മുടെ സംഘടകർ തന്നെ. അതല്ല, അത് എന്ത് വേണമെങ്കിൽ പ്രചരിപ്പിക്കട്ടെ. നിങ്ങളെ സത്യസന്ധത നിങ്ങൾ ലോകത്തിന്റെ വിളിച്ച് പറയണല്ലേ. അത് ഞാൻ പറയും, പറയുന്നില്ല. അല്ല ഇപ്പൊ പരിഹാരാക്കിയത് എന്ത്? ഇപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഒരെല്ലാത്തിനും പെരുന്നാളിന് നാട്ടിലേക്ക് എത്തും. എപ്പെത്തും പരിഹാരം അതന്നെ എപ്പെത്തും? ഇന്ന് ഉച്ചകത്തെ ഫ്ലൈറ്റില് ഇന്ന് രാത്രിത്തെ ഫ്ലൈറ്റ് 9 കണ്ണൂരിനോട് കൂടെ എല്ലാം ഫിനിഷ്. എല്ലാവർക്കും ടിക്കറ്റ് വ്യവസ്ഥ ആക്കിയാൽ എല്ലാവർക്കും ടിക്കറ്റ്. പിന്നെ അവിടെ അവർക്കായ നഷ്ടം, ഹോട്ടല് ഫുഡ് ഇല്ലാത്ത കയ്യിലേക്കൊന്നും പൈസ പതിയെ കൊടുക്കുന്ന ചിലട്ടൊന്നും ആക്കിയാരാ? ഫുഡ് ഫുഡ് കൊടുത്തിട്ടുണ്ടല്ലോ അവിടെ. KCF അവർക്ക് ബാക്കിയുള്ളവർ കളക്ഷൻ കൊടുത്ത പൈസ ഒന്നും കൊടുത്തതോറും അല്ലാതെ നിങ്ങൾക്ക് തന്നെ 65,000 രൂപ അവർ കൊടുത്തതല്ല. നിങ്ങൾക്ക് 65,000 രൂപ 70,000 രൂപ കിട്ടിയ പൈസ അവർക്ക് ഫുഡ് അവരൊന്നും നിങ്ങൾക്ക് അവരെ സ്വന്തം പൈസയിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് KCF അവർക്കായ നഷ്ടത്തിനുള്ള പരിഹാരം നിങ്ങൾ കൊടുക്കുന്നാരാ? അത് കൊടുക്കും. എന്താ വേണ്ടത് അവർക്ക്? അല്ല കൊടുക്കൂല, കൊടുക്കണം. അത് ന്യായ അല്ല, ന്യായമല്ല. ഇപ്പൊ ഇത് KCF അവകാശപ്പെടുന്നുണ്ടെങ്കിൽ ന്യായമല്ല. ഒരാളെ സഹായിച്ചെങ്കിലും ഒരു തിരിച്ചു നീങ്ങുന്നില്ല. ഇനി മുന്നേ ഈ പണിക്ക് നിൽക്കണ്ടോ സാറേ? ശരിയാ, നമുക്ക് ഒരാൾ മുന്നോട്ട് പോകാൻ നോക്കണം. കുടുങ്ങുന്നതല്ല സാധാരണ, സർവ്വസാധാരണ കുടുങ്ങുന്നു. അതൊരു സാധാരണ ഇതിനേക്കാൾ ഉത്സാഹമായിട്ട് ഞാൻ ഒരു തെറ്റ് പറ്റാത്തതുപോലെ ആൾക്കാർ ഇനി ഞാൻ കൊണ്ടുപോകും. തെറ്റ് ತಪ್ಪು ಮಾಡುವುದು ಮನುಜ ಕಣೋ, ತಿದ್ದು ನಡೆಯುವುದು ಸಹಜ ಕಣೋ ಹೇಳ್ತಿല്ലേ? തെറ്റ് ഇതെല്ലാം സംഭവിക്കും. ഒരു പ്രതിക്രിയ ഏതെങ്കിലും ഒരു ന്യൂസിന്റെ വരില്ല. അല്ലെങ്കിൽ നിങ്ങളതായിട്ട് ഇപ്പൊ ന്യൂസ് വേണോട്ടില്ല, നിങ്ങളതേ ഫേസ്ബുക്കാ യൂട്യൂബാ അല്ലെങ്കിൽ വാട്സാപ്പിലെ ഒരു വായിസ് ഇട്ടിട്ട് ഇന്ന സംഗതി ആയി ഇന്നത് ഞാൻ പരിഹാരമാക്കുന്നതായിട്ട് ഒരു വായിസ് നിങ്ങളത് വന്നില്ലല്ലേ? അതല്ലേ ഖേദകര. സാഹചര്യം ഇല്ല സായിപ്പോ, അങ്ങനെ സാഹചര്യം ഇല്ല. ഒരു 5 മിനിറ്റിന്റെ ഒരു വായിസ് ആരും ബേജാറാക്കണ്ട, ഒരു കുടുംബവും ബേജാറാക്കണ്ട. ആര് എന്ത് വേണമെങ്കിൽ ചെല്ലട്ടെ. അത് ഞാൻ അയച്ചോണ്ടത് ആര് ബേജാറാക്കണ്ട വിഷയം ശരിയായിക്കൊണ്ട് ഒന്നും പറപ്പും നിങ്ങൾക്ക് തിരിച്ചുണ്ടാവും, എല്ലാവർക്കും തിരിച്ചുണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ അറിയില്ല. കുറെ ആൾക്ക് അതിന് ഇത് എന്റെ